വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാൻ കുറച്ച് പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, കുറച്ച് ബീഫ് വേവിപ്പിച്ച് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് തേങ്ങ, ചെറിയ ഉള്ളി, കുറച്ച് പെരുംജീരകം പൊടിച്ച് വെച്ചത്. അപ്പോൾ നമുക്കൊരു അടക്കോറോട്ടി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ മസാല വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ആദ്യം നമുക്ക് ഈ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. ഇത് 1 കപ്പുണ്ട്. കുതിർന്നെല്ലാം വന്നപ്പോൾ കുറച്ച് കൂടുതൽ, അത്രയേ ഉള്ളൂ. പെരുംജീരകം, ചെറിയുള്ളി, അതുപോലെ തന്നെ തേങ്ങ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് അരച്ചെടുക്കാം. നമുക്ക് 1 കപ്പ് തേങ്ങയുണ്ട്, കുറച്ച് ഉപ്പും ചേർത്തിട്ട് അരച്ചെടുക്കാം. ഇത് അടുത്ത റോട്ടിക്കുള്ള മസാല ഉണ്ടാക്കി വെക്കാം. ഞാൻ കുറച്ച് സവാള മതി, പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, ഇതൊന്ന് ചേർത്തേക്കാം. ഇതിൻ്റെ മണം എടുത്തിട്ട് അപ്പോൾ അതിൻ്റെ മണമൊക്കെ പോയി നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ വേവിപ്പിച്ച് വെച്ച ബീഫ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വേവിപ്പിക്കുമ്പോൾ മുളക്, മല്ലി, പെരുംജീരകം, ഗരം മസാല, ഉപ്പ് എല്ലാം ഇട്ട് വേവിപ്പിച്ച് വെച്ചതാണ്. നമുക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല. ഇത് നന്നായി ഇളക്കി ഇതൊക്കെ ഇതിനെ ചേർത്ത് കത്തിച്ചെടുത്താൽ മതി. നന്നായി ഇളക്കി ചേർക്കാം. സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു പാത്രം വെച്ചിട്ടുണ്ട്. കുറച്ച് പശു നെയ്യാണ് ആക്കി കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് നല്ല വെള്ളം തിളച്ച് വരണം. അതേമാതിരി ഇപ്പം നമുക്ക് ഈ കൂട്ട് അരച്ച് വെച്ച കൂട്ട് ഇതിലേക്ക് ഒരു കയ്യിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു കയ്യിൽ തന്നെ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി അതൊന്ന് ചെറുതായി ഒന്ന് ആവി വന്നിട്ട് ഒന്ന് വെന്ത് വന്നിട്ട് വേവണ്ട, വെള്ളം ഒന്ന് വറ്റി വന്നാൽ മതി. ഇത് നമുക്ക് മസാല അത് വെച്ചിട്ട് ഇനി നമുക്ക് തുറന്നു നോക്കാം. വെന്തിട്ടില്ല, ഉണ്ടോ? ഇങ്ങനെ ആറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മസാല ഇതിന് മേലേക്ക് കുറച്ചിട്ട് കൊടുക്കാം. ഇത് ഞാൻ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് മിക്സിയിലിട്ടിട്ട്, ചെറിയ മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തത്. എന്താ ഇതുപോലെ ഇതിൻ്റെ ചെറിയത് നമ്മൾ വാങ്ങുമ്പോൾ ഇങ്ങനെ ചെറുതാക്കി കിട്ടുകയാണെങ്കിൽ ക്രഷ് ചെയ്തേണ്ട ആവശ്യമില്ല. ഇത് എൻ്റെ അടുത്ത് കിട്ടിയത് കുറച്ച് വലുതാണ്, അതുകൊണ്ട് ഞാൻ ഒന്ന് ക്രഷ് ചെയ്തേ ഉള്ളൂ. നമുക്ക് അടുത്ത കയ്യിലോ ഒരു കയ്യിലും കൂടെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇതിന് മേലേക്ക് ഇതേപോലെ ഒരു കയ്യിലും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഉണ്ടോ? ഓരോ കയ്യിലും ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് വെന്ത് വരട്ടെ. നമുക്ക് അടുത്തത് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ മസാല ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കുക. ഞങ്ങൾ കുറച്ച് പച്ചരി വെള്ളത്തിലിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതുപോലെ അരച്ചെടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുക. എളുപ്പം കഴിയും ചെയ്യും, വലിയ പണിയില്ല. കൂട്ടൊഴിച്ച് വെക്കുക. കട്ടിക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഇത്ര ഒഴിച്ചു കൊടുക്കണുള്ളൂ. ഇനി ഇത് വെന്താൽ നമുക്ക് ഇതെടുക്കാം. ഇതായി വന്നിട്ടുണ്ട്. നമുക്കിത് നോക്കാം.
ഇത് ചൂടാറിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിൽ സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കാത്ത ഒരു പാത്രത്തേക്ക് റൊട്ടി വട കൊള്ളിന് വെച്ചിട്ടുണ്ട്. നല്ല ഇതുണ്ടോ, നല്ല ചൂടാറിയപ്പോൾ വേഗം കയ്യിലേക്ക് പോരും. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കാം. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് വെക്കാമല്ലോ. ഇതിങ്ങനെ ഈ ഞാനിപ്പോൾ ബീഫ് വെച്ചിട്ടല്ല ഉണ്ടാക്കി. ബീഫ് വെക്കാണ്ട് ഇങ്ങനെ അടുക്കടുക്കാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കേ, അതും നല്ല ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ അടർന്ന് വരും. ബീഫൊക്കെ വെക്കാണ്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് അടർത്തി എടുക്കുക. അപ്പോൾ അതിനെ സ്റ്റൂവും കൂട്ടി കഴിക്കാൻ നല്ല ഉണ്ടാവും. ഇതിപ്പോൾ നമുക്ക് ഒന്നും വേണ്ട, ഒന്നും കൂട്ടൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ അങ്ങ് കഴിക്കുക. ഇതിനൊരു കറിയൊന്നും ആവശ്യമില്ല. ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടെ. എന്നിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. കണ്ടോ, ഇതുപോലെ ഉണ്ടാക്കുക. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.